യേശു ക്രിസ്തുവിൻ്റെ വിലപ്പെട്ട വചനങ്ങൾ കേൾക്കാൻ ദിനംതോറും കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓരോ ദിവസം കഴിയും തോറും വചനത്തിൻ്റെ നിറവും കൃപയും ഉണ്ടാകട്ടെ. വചനം, ദൈവവചനം എന്ന് പറയുമ്പോൾ ഈ എഴുതപ്പെട്ടതെല്ലാം ലോഗോസാണ്. എന്നാൽ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റീമ കിട്ടും. റീമ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ദൈവം നമുക്ക് തരുന്ന ദൈവശബ്ദം. ഇതെല്ലാം എഴുതപ്പെട്ട വചനമാണ്. എല്ലാം നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാകുന്നതല്ല. എല്ലാവരെയും കുറിച്ച് ഇതിനകത്തുണ്ട്. എന്നാൽ നമുക്ക് അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേന്ന് യേശു പഠിപ്പിച്ചില്ലേ? അതാണ് റീമ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേന്ന് അതങ്ങനെ പ്രാർത്ഥിക്കാനുള്ളതല്ല. നമ്മുടെ വീട്ടിൽ ഒരിയാൾക്ക് അരിയിരിക്കുമ്പോൾ കഴിക്കാൻ ഫ്രിഡ്ജിൽ നിറയെ ചിക്കനും വെച്ചിരിക്കുമ്പോൾ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ എന്ന പ്രാർത്ഥന ചൊല്ലാനുള്ളതല്ല. അന്നന്ന് വേണ്ട ആഹാരം എന്ന് പറഞ്ഞാൽ ഇന്ന് വേണ്ട വചനം. ജീസസ് എവരി ഡേയിലൂടെ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ട ആഹാരം കിട്ടുന്നുണ്ട്. റീമ ഈ വായിക്കുമ്പോൾ ആർക്കും മനസ്സിലാകാതെ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് പൊരുളായി തിരിച്ചു തരും. ഷണ്ണൻ ബൈബിൾ വായിക്കുന്നു, അവനത് ലോഗോസാണ്, അവനതിൽ നിന്ന് റീമ കിട്ടുന്നില്ല. എന്നാൽ ഒരാൾ പൊരുൾ തിരിച്ചു കൊടുക്കാതെ എങ്ങനെ മനസ്സിലാകും? അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ ഫിലിപ്പോസിനെ ആ തേരിനകത്ത് കയറ്റി. അങ്ങനെ ഷണ്ണൻ വിശ്വാസവീരനായി പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചു. വഴിയിൽ തന്നെ സ്നാനപ്പെട്ടു. ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ഇതൊക്കെയാണ് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ റീമ വാക്കുകൾ പൊരുൾ തിരിച്ചു കൊടുക്കുന്ന ഫിലിപ്പോസുമാരുടെ വായിലുണ്ടാകും. അപ്പോൾ ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ, പ്രാർത്ഥനകൾ ഈ ലോഗോസിനെ റീമയാക്കുന്ന പ്രാർത്ഥനകളാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തന്നെ പറയും, ഞങ്ങളെല്ലാം ഇപ്പോഴും വായിക്കുന്ന ഈ ഭാഗമാണ്, അവിടെ നിന്നാണല്ലോ ഇത്രയും വ്യത്യസ്തമായ രീതിയിൽ കേൾക്കുന്നത്. എല്ലാ തിരുവെഴുത്തുകൾക്കകത്തൊരു ജീവനുണ്ട്. എല്ലാ തിരുവെഴുത്തുകൾക്കും ദൈവത്തിൻ്റെ ശ്വാസമുണ്ട്. അത് മനസ്സിലാക്കണം. അത് കർത്താവ് പരിശുദ്ധാത്മാവിൽ ആ പൊരുളുകൾ തിരിച്ചു തരുമ്പോൾ അത് അന്ന് വേണ്ട ആഹാരമാണ് എന്ന് തിരിച്ചറിയണം. ഇന്ന് വേണ്ടതും ദൈവം നമുക്ക് നൽകി തരും. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. പകരം നൽകും നീ കരുതും കരുതലിനാ യേശുവേ നീ ഓർത്തതിനാ എന്നെ നീ മാനിച്ചതിനാ എന്തു ഞാൻ പകരം നൽകും നീ കരുതും കരുതലിനാ യേശുവേ നീ ഓർത്തതിനാ എന്നെ നീ മാനിച്ചതിനാ എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി.
പ്രവർത്തികൾ അതിശയമേ. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്റെ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. യേശുവേ, അങ്ങയുടെ സൗമ്യതയാണ് ഞങ്ങളെ വലിയവരാക്കിയത് കർത്താവ്. അങ്ങയുടെ സഹിഷ്ണുതയാണ് ഞങ്ങൾ ഇന്നും ജീവനോടെ ആയിരിക്കുന്നത്. അങ്ങ് നല്ലവൻ. ഞങ്ങൾക്ക് എന്നും പാടാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, എല്ലാ കാലത്തും ഞങ്ങൾക്ക് പാടാൻ ഒറ്റൊരു കാര്യമേ ഉള്ളൂ കർത്താവ്. അങ്ങ് നല്ലവൻ, അങ്ങ് യോഗ്യൻ, അങ്ങ് മതിയായവൻ. യേശുവേ, യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേ, യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. നിക്കോദിമോസും പരീശന്മാരും തമ്മിലൊന്ന് കോർത്തത് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം. അത് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗങ്ങളിലാണ്. അതായത് പരീശന്മാരെ ചേവകരെ വിട്ടു. പരീശന്മാരും മഹാപുരോഹിതന്മാരും ഒരു സൈന്യത്തെ അയച്ചു. എന്തിനാ? യേശുവിനെ പിടിക്കാൻ അയച്ചിട്ട് വാളും പരിചയം വിലങ്ങൊക്കെ ആയിട്ടാണ് ചെന്നത്, ചങ്ങലയൊക്കെ ആയിട്ട്. എന്നാൽ അവർക്ക് ചങ്ങല വെക്കാനോ യേശുവിനെ തൊടാൻ പോലും കഴിഞ്ഞില്ല. കാരണം ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. തിരിച്ച് വെറും കൈയോടെ വന്നപ്പോൾ പട്ടാളക്കാരെ വഴക്ക് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വിവരക്കേടാ കാണിച്ച്. അപ്പോൾ അവർ പറഞ്ഞു, ഈ മനുഷ്യനെ പോലെ ആരും സംസാരിച്ചിട്ടില്ല. നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ കൊല്ലുന്ന കാര്യമാണ്, എന്നാൽ അവൻ സംസാരിക്കുന്നത് ജീവിപ്പിക്കുന്ന കാര്യം. ചെന്നവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച വാക്കുകളാണ് യേശുവിൻ്റെ അടുത്ത്. പട്ടാളക്കാരെ വഴക്ക് പറയുന്ന സമയത്ത് നിക്കോദിമോസ് ആ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്, പരീശന്മാരുടെ കൂട്ടത്തിൽ. നിക്കോദിമോസ് പറഞ്ഞു, ഒരാളുടെ വാക്ക് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും കൂടി നോക്കിയിട്ടല്ലേ ന്യായപ്രമാണം ഒരാളെ വിധിക്കുന്നുള്ളൂ. ഉടനെ
നിക്കോദിമോസിൻ്റെ നേരെയായി, നീയും ഗലീലക്കാരനോ? ഗലീലയിൽ നിന്ന് വല്ല പ്രവാചകന്മാർ വരുന്നുണ്ടോ? പിന്നെ നിക്കോദിമോസ് ഒന്നും മിണ്ടിയില്ല. കാരണം ഇവന്മാർ ആരുടെയും മെക്കിട്ട് കയറുന്ന വേദപുസ്തകത്തോട് യാതൊരു വെളിപ്പാടോ ആലോചനയോ പ്രാപിക്കാത്തവർ എല്ലായിടത്തും ഉണ്ടാവും. ചർച്ചുകളിലുണ്ട് മെക്കിട്ട് കയറുന്നവർ, അതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തവർ എവിടെ ചെന്നാലും കാണാം. വീടുകളിലുണ്ട്, നാട്ടിലുണ്ട്, സമൂഹത്തിലുണ്ട്. എന്നാൽ ജ്ഞാനിയായ മനുഷ്യൻ ആർക്കും ദോഷം ചെയ്യില്ല. ജ്ഞാനിയായ മനുഷ്യൻ എല്ലാവർക്കും ജീവനും സമാധാനവും കൊടുക്കും. യേശുവിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. നിക്കോദിമോസ് യേശുവിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. അത് പരീശന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത വാക്യം എങ്ങനെയാണ്? 53-ാം വാക്യം, 7:53, ഏറ്റൊടുവിൽ അങ്ങനെ ഓരോരുത്തൻ താൻ്റെ വീട്ടിൽ പോയി. നിക്കോദിമോസിന്റെ വീട്ടിൽ പോയി, മഹാപുരോഹിതന്റെ വീട്ടിൽ പോയി, പരീശന്മാർ അവരുടെ വീട്ടിൽ പോയി, ശിഷ്യന്മാരുടെ വീട്ടിൽ പോയി, പുരുഷാരത്തിന്റെ വീടുകളിലേക്ക് പോയി. അടുത്തത് 8:1, യേശുവോ ഒലിവ് മലക്ക് പോയി. അതാണ് യേശുവും ജനവും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവരും പോകാൻ അവരവർക്കൊരു വീടുണ്ട്. യേശു ഒലിവ് മലക്ക് പോയി. കാരണം യേശുവിൻ്റെ വീടെന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ കൂടെയുള്ള ഫെലോഷിപ്പാണ്. വീടെന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ സ്ഥലമാണ്. അപ്പൻ, അമ്മ, മക്കൾ, ഇതാണ് കുടുംബം, അല്ലേ? അപ്പൊ ഈ കുടുംബത്തിലേക്കാണ് എല്ലാവരും ഒടുവിൽ ചെല്ലാൻ നോക്കുന്നത്. യേശു തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബമായി കണ്ടത് പിതാവുമായിട്ടുള്ള ബന്ധമാണ്. ഒന്നാം സ്ഥാനം. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി. യേശുവോ ഒലിവ് മലക്ക് പോയി. യേശുവിൻ്റെ ധൈര്യവും യേശുവിൻ്റെ ഉറപ്പും എല്ലാം പിതാവാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഞാനും പിതാവും ഒന്നാണ്, യേശു പറഞ്ഞു. അപ്പോൾ ഭാര്യ ഭർത്താവും ഒന്നാണ്. അതുകൊണ്ടാണ് ഭാര്യയുടെ അടുക്കലേക്ക് ഭർത്താവ് പോകുന്നത്, ഭർത്താവിൻ്റെ അടുക്കലേക്ക് ഭാര്യ പോകുന്നു, അവർക്കുണ്ടായ മക്കളുടെ അടുക്കലേക്ക് പോകുന്നു. ഞങ്ങൾ ഒന്നാണ്. എന്നാൽ യേശു പറഞ്ഞു, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. യേശുവിന് തലചായ്പാൻ മണ്ണിൽ ഒരിടമില്ലെന്ന് യേശു തന്നെ പറഞ്ഞു. മനുഷ്യപുത്രന് തലചായ്പാൻ മണ്ണിൽ ഒരിടമില്ല. എന്നാൽ യേശുവിന് തലചായ്ക്കാൻ പിതാവിൻ്റെ മടിയിൽ ഇടമുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു വിമർശനങ്ങളും വേദനയുടെ സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ആ വേദനകൾ മാറ്റാൻ മാനുഷികമായ ചുവടുകൾ വെക്കാറില്ല, പിതാവിൻ്റെ അടുക്കലേക്ക് പോകുമായിരുന്നു. മനുഷ്യരിൽ നിന്ന് കിട്ടുന്നതെല്ലാം ദുഃഖവും കണ്ണുനീരുമാണ്. എന്നാൽ പിതാവിൽ നിന്ന് കിട്ടുന്നത് ജീവനും സമാധാനവുമാണ്, ധൈര്യമാണ്. എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഞാനും മരിച്ചവരെ ഉയർപ്പിക്കുന്നു. ഇതിലും വലിയ പ്രവർത്തികൾ എൻ്റെ പിതാവ് എന്നെ കാണിച്ചു തരും. പിതാവിനോട് കൂടുതൽ സംസർഗം പുലർത്തുന്ന ഒരു പുത്രൻ. അങ്ങനെ ഓരോരുത്തൻ താൻ്റെ വീട്ടിൽ പോയി. യേശുവോ ഒലിവ് മലയ്ക്ക് പോയി. നമുക്ക് പോകാൻ, മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരിടമുണ്ടോ? കർത്താവിനോടുകൂടെ സമയം ചെലവഴിക്കുന്ന ഒരിടമുണ്ടോ? അതാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. വിമർശനങ്ങളും മറ്റുള്ളവരുടെ വാക്കുകളും പൊള്ളയായ വാക്കുകളും വിമർശനങ്ങളും എല്ലാം നമ്മെ തകർക്കുന്നതാണ്. എന്നാൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർ ശക്തിയെ പുതുക്കി കഴുകന്മാരെ പോലെ ചിറകടിച്ച് അവർ കയറും. നമ്മുടെ ദൈവം നിത്യദൈവമാണ്. നമ്മുടെ ദൈവം ക്ഷീണിക്കുന്നില്ല. ആരാണ് ക്ഷീണിക്കുന്നത്? സാധാരണ മനുഷ്യർ. അപ്പൊ യേശുവിനെ ക്ഷീണിപ്പിക്കുന്ന പലതും ഉണ്ടാകുമ്പോൾ യേശു ഉറങ്ങാത്ത മയങ്ങാത്ത ഇസ്രായേലിന്റെ പരിപാലകന്റെ അടുക്കിലേക്ക് പോവുകയാണ്. യേശു ഉറങ്ങുന്നവനാണ്. യേശു പടകിൽ കിടന്നുറങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു. യേശു മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത്. യേശു ഒരു മനുഷ്യ ശരീരത്തിലായതുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളുമുണ്ട്. വിശപ്പുണ്ട്, ദാഹമുണ്ട്, വേദനയുണ്ട്, കഠിനാധ്വാനമുണ്ട്, ഉറക്കളിപ്പുണ്ട്. അതുകൊണ്ട് യേശുവിനെ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുമ്പോൾ പിതാവിനെ കൂടാതെ യേശുവിന് ജീവിക്കാൻ കഴിയില്ല.
യേശുവോ ഒലിവ് മലയ്ക്ക് പോയി. ഒരു രാത്രി മുഴുവനും യേശു പിതാവിൻ്റെ കൂടെയാണ്. പിതാവിൻ്റെ അടുക്കലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന പുത്രൻ അസാധാരണ ജ്ഞാനവും വിവേകവും ശക്തിയുമുള്ള വ്യക്തിയാണ്. അടുത്ത ദിവസം നമുക്ക് നോക്കാം. 8-ാം അധ്യായം ഇങ്ങനെയാണ്: യേശുവോ ഒലിവ് മലക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവനിരുന്ന് അവരെ ഉപദേശിച്ച് കൊണ്ടിരിക്കുമ്പോൾ അതിരാവിലെ യേശു ദേവാലയത്തിൽ വന്നു. അതികാലത്ത് യേശു തൻ്റെ മറ്റു ജീവിത കാര്യങ്ങളിലേക്ക് മാറിയെന്നല്ല, അതിരാവിലെ യേശു ദേവാലയത്തിലേക്ക് വന്നു. അതായത് ദൈവത്തിന് നിർബന്ധമാണ്, പിതാവിന് നിർബന്ധമാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ജീവൻ കൊടുക്കണം. അപ്പൊ നിത്യജീവൻ എല്ലാവർക്കും കൊടുക്കണം. അതുകൊണ്ട് ജനങ്ങളോട് നീ സംസാരിക്കണം. പിതാവിന് പറയാനുള്ളത് അതാ. അതുകൊണ്ടാണ് പത്രോസും യോഹന്നാനും കൂടെയുള്ള ശിഷ്യന്മാരെയും തടവറയിലിട്ടു. തടവറ നന്നായിട്ട് ജയിൽ പൂട്ടിയിരുന്നു. പട്ടാളക്കാരും വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു ജയിലിനോട് ചേർന്ന്. അവർ നിൽക്കുന്ന അടുത്ത് തന്നെ പട്ടാളക്കാർ. എന്നാൽ പിറ്റേ ദിവസം യേശുവിൻ്റെ ശിഷ്യന്മാരെ കൊണ്ടുപോകാൻ വന്നപ്പോൾ ജയിലറക്കുക താരില്ല, ഈ ശിഷ്യന്മാരില്ല. തലേ രാത്രി ദൂതൻ വന്ന് അവരെയും കൊണ്ട് പോയി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ കാര്യം പറയാൻ പറഞ്ഞു. അങ്ങനെ ദേവാലയത്തിൽ അതിരാവിലെ അവർ ചെന്ന് ദൈവവചനം പറയുകയാണ്. ഇത് അതിരാവിലെ പറയണം, ഇതെല്ലാവരോടും പറയണം, ഇത് അടക്കി വെക്കാതെ പറയണം, ഇത് മറച്ചു വെക്കാതെ പറയണം. ഇത് സദ്വാർത്തമാന ദിവസമാണ്. ഇത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കുറ്റമാണ്. ക്ഷാമകാലത്ത് ഏലിശ പറഞ്ഞതുപോലെ നാളെ ഈ നേരത്ത് കോതമ്പ് യവവും വളരെ കുറഞ്ഞ വിലയിൽ വിൽക്കപ്പെടും. നാളെ ഈ നേരത്ത് ദൈവജനത്തിൻ്റെ ക്ഷാമം മാറുമെന്ന് ഏലീശ പറഞ്ഞ പ്രവചനം പോലെ ആരാമ്യ പടക്കൂട്ടങ്ങൾ ഗോതമ്പ് യവോ ഇട്ടേച്ച് അവർ ഓടിപ്പോയി കളഞ്ഞു. ദൈവം എന്തോ ഒരു ശബ്ദം കേൾപ്പിച്ച് അവർ ഓടിപ്പോയി. അങ്ങനെ ചില കുഷ്ഠരോഗികൾ അരാമ്പാളയത്തിൽ ചെന്നപ്പോൾ ഗോതമ്പ് യവോ ഒക്കെ ധാരാളം കിടക്കും. അവർ പറഞ്ഞാണ്, ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാകും. ഈ സദ്വർത്തമാനം നമ്മൾ അറിയിക്കും. ഇതുപോലെ മനുഷ്യർക്ക് ജീവൻ പ്രാപിക്കാനുള്ള, ജീവൻ നിലനിർത്താനുള്ള സത്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇത് പറയാതിരുന്നാൽ നമ്മൾ കുറ്റക്കാരാണ്. യേശു അതികാലത്തെ, അപ്പോസ്തലന്മാർ അതികാലത്തെ ദേവാലയത്തിൽ ചെല്ലുന്നു, പട്ടണങ്ങളിലേക്ക് പോകുന്നു. ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടിയന്തരമായ കാര്യം, അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യം, അതിരാവിലെ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുന്നു. അതിൻ്റെ അർത്ഥം അന്നുള്ള ജനങ്ങളും അതിരാവിലെ ദൈവിക കാര്യങ്ങൾ കേൾക്കാൻ ഉത്സുകരായിട്ട് വന്നു. അതിരാവിലെ ഒന്നാം സ്ഥാനം ദൈവവചനം. യേശു എന്ത് ചെയ്തു? ദേവാലയത്തിൽ ചെന്നു. അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെ അവൻ്റെ അടുക്കൽ വന്നു. അവനിരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. യേശു ഇരുന്നവരെ പഠിപ്പിച്ചു. നിത്യജീവനെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, മരണാനന്തര നിത്യജീവനെക്കുറിച്ച് കർത്താവ് അവരെ പഠിപ്പിച്ചു. വചനം പറയണം, വചനം പഠിപ്പിക്കണം. ജീസസ് എവരിഡേയിലൂടെ നമ്മൾ വചനം പഠിക്കുക, കർത്താവിൻ്റെ വചനം കേൾക്കണം. അപ്പോൾ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അവൻ്റെ നടുവിൽ നിർത്തി. ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു? ഏതായാലും യേശുവിനെ പിടിക്കാൻ, വാക്കിൽ പിടിക്കാൻ ഒരു പരിപാടി. നേരെ പിടിക്കാൻ പറ്റുന്നില്ല. വാക്ക് കേട്ടിട്ട് പട്ടാളക്കാർ പിടിക്കാതെ പോയി. എന്നാൽ പരീശന്മാർ നേരിട്ടിറങ്ങി, ആശാന്മാർ നേരിട്ടിറങ്ങിയേക്കാണ്. എന്നിട്ട് ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ചാണ് ചോദിച്ചത്. സാക്ഷാൽ ന്യായപ്രമാണമായി യേശുവിനോടാണ് കളി. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു.
അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ഒന്നാമത് കല്ലെറിയട്ടെ എന്നല്ല, എല്ലാവരും കൂടി എറിയട്ടെ എന്നല്ല, ആരെങ്കിലും ഒരാൾ എറിഞ്ഞു തുടങ്ങാനല്ല. നിങ്ങളിൽ പാപമില്ലാത്തവൻ. പാപം എന്ന വാക്ക് യേശു പറഞ്ഞപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പകർച്ചയുണ്ടായി, പാപബോധമുണ്ടായി. പാപമില്ലാത്തവൻ. സ്വയം നീതിക്കാരാണ് ഇവര്. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഇവർക്ക് യേശുവിൻ്റെ മുൻപിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. സാക്ഷാൽ വചനം, പാപബോധം വരുത്തുന്ന വചനം നിമിത്തം അവർ കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രം നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവരെവിടെ? നിനക്കാര് ശിക്ഷ വിധിച്ചില്ലേ എന്ന് ചോദിച്ചു. ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. പാപം. നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ കഴിയും? യേശു ചോദിച്ചു. ആർക്കും കഴിയില്ല. കാരണം ന്യായപ്രമാണം നിവർത്തിക്കാൻ വന്നവനാണ്, പാപമില്ലാത്തവൻ. പാപമെന്നൊരു വിഷയം യേശു എടുത്തിട്ടപ്പോൾ അവർക്ക് മനസാക്ഷി കുത്തുണ്ടായി, പാപബോധമുണ്ടായി. നന്നാകാൻ മനസ്സില്ലാതെ അവർ പൊയ്ക്കളഞ്ഞു. ഒരു യേശുവിൻ്റെ കാൽക്കൽ വീഴണമായിരുന്നു. യേശുവേ കരുണ കാണിക്കണേ. ഇല്ല, അവരത് ചെയ്തില്ല. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെട്ട നമുക്കോ ദൈവശക്തി. നാം എത്ര അനുഗ്രഹിക്കപ്പെട്ട. ആ സ്ത്രീയോട് യേശു പറഞ്ഞു, ആരും നിന്നെ ശിക്ഷിച്ചില്ല. ഇല്ല കർത്താവ്, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, മേലാൽ പാപം ചെയ്യരുത്. അതാണ് യേശുവിന് പറയാനുള്ളത്. ഇനി പാപം ചെയ്യരുത്, പാപം ചെയ്യരുത്. പാപമാണ് മറ്റുള്ളവരെ കൊല്ലുന്നത്, പാപമാണ് എല്ലാ ദോഷത്തിനും കാരണം. ഇനി പാപം ചെയ്യരുത്. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും നമ്മുടെ മനസ്സിനകത്ത് ഒരു തീരുമാനം, ഉള്ളിൽ തീരുമാനമെടുക്കണം. ഇല്ല, ഇനി ആ പാപം, ഞാൻ തുടരുന്ന പാപം ഇനി ഞാൻ തുടരുകയില്ല, മേലാൽ പാപം ചെയ്യരുത്. ഇത് കേൾക്കുന്ന ചില ഹൃദയങ്ങളെ കർത്താവ് ഇന്ന് തൊടുന്നുണ്ട്. നിങ്ങൾ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കണം. ദൈവത്തിന് നിരക്കാത്തത് എല്ലാം നിങ്ങൾ കട്ട് ചെയ്യുക. ദൈവത്തിന് കൊടുക്കേണ്ട സമയം മറ്റു പലതിനും, മീഡിയയ്ക്കും വാർത്തകൾക്കും മറ്റു പല ബന്ധങ്ങൾക്കും കൊടുക്കുന്നു നിർത്തുക. അതെല്ലാം പാപമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിനുള്ളത് ദൈവത്തിനും, കൈസർക്കുള്ളത് കൈസർക്കുമാണ്. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ പാപമാണ്. നാം ദൈവത്തിനുള്ളതാണ്, നാം ദൈവത്തിന് കൊടുക്കണം. മേലാൽ പാപം ചെയ്യാൻ പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഈ തിരുവെഴുത്തുകൾ കേട്ടവരുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ, ബലമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, ദൈവകൃപയുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കേട്ടവരെല്ലാം വിശുദ്ധരായി മാറട്ടെ. കുറ്റബോധമുള്ളവരായി ആരും ജീവിക്കാതെ എല്ലാവരും വിശ്വാസ വീരരാകട്ടെ. സൗഖ്യങ്ങൾ ഇവരിലുണ്ടാകട്ടെ, സമാധാന നദി ഒഴുകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശുവിൻ്റെ വലിയ കൃപ നമ്മോടുകൂടി ഇരിക്കട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് കാണാം. ഈ മീഡിയയെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന ഈ അഡ്രസ്സുകളിലുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് വേണ്ട സാമ്പത്തികമായ കൈത്താങ്ങൽ തന്ന് ജീസസ് എവരിഡേ എന്ന പ്രോഗ്രാം വിജയമാക്കാൻ കഴിയും. വരിക, നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. യേശുവിനെ നമുക്ക് ഉയർത്താം, ഒരുമിച്ച് ഉയർത്താം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.